നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം, നമ്മൾ ഏത് ദേവതയാണ് ആരാധിക്കേണ്ടത് അതിനെക്കുറിച്ച് വിശദമായിട്ടാണ് പറയുന്നത്, ഭാഗ്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായി വാസ്തുപരമായി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളും അതിനോടൊപ്പം നമ്മുടെ ആൾക്കാരുടെ ശരീരത്തിൽ ബാധകൾ, നെഗറ്റീവുകൾ, പ്രേതങ്ങളെന്നൊക്കെ പറയാം, അങ്ങനെ കയറാറുണ്ട്. അത് രോഗമല്ല, ദോഷമായിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ സാത്വികമായിട്ട് ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ, ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 നിബന്ധനകൾ ഉണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഏത് ദേവതയെ ആരാധിച്ചാലാണ് നമുക്ക് ഭാഗ്യങ്ങൾ അധികമായും ലഭിക്കുന്നത്? അപ്പോൾ ഏത് ദേവതയെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ദേവതയുടെ പേരല്ല, അതായത് മഹാവിഷ്ണു എന്നോ മഹാദേവനെന്നോ ഏത് ദേവിയാണെന്നോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇതിലേത് ഗണത്തിൽപ്പെട്ട ദേവതമാരായാലും നമ്മളതിനെ പല രീതികളായി തിരിച്ചിട്ടുണ്ട്. അതായത് കുടുംബദേവത ഒന്ന്, കുടുംബത്തിൽ മഹാവിഷ്ണു കുടുംബദേവതയായിട്ടുള്ളവരോ, മഹാദേവൻ അല്ലെങ്കിൽ ദേവിമാര്, അങ്ങനെ നാഗങ്ങള്, മന്ത്രമൂർത്തി യോഗിമാര്, ഇങ്ങനെ പലരും ദേവതമാരായിട്ടുള്ള കുടുംബക്ഷേത്രങ്ങളുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുടുംബദേവത ഒന്ന്. അതാണ് ഏറ്റവും പ്രധാനം. 2 എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സ്വന്തം വീട്ടിലല്ല, ഒരിടത്ത് മാറിപ്പോയി കുറച്ച് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് താമസിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വാടക വീട്ടിൽ താമസിക്കുന്നു. ആ പരിസരത്തുള്ള പ്രധാന ദേവതയാണ് നമ്മുടെ രണ്ടാമത് നമ്മളെ സഹായിക്കാൻ ഉപകരിക്കുന്ന നമ്മുടെ ദേശദേവത. നമ്മുടെ ദേശത്തിൻ്റെ, ഇപ്പം ഞാൻ ഈ താമസിക്കുന്ന ഇവിടെ ഈ ഭാഗത്തല്ല എൻ്റെ കുടുംബക്ഷേത്രം വരുന്നത്. പക്ഷേ കുടുംബക്ഷേത്രത്തിൽ ഞാൻ 1-ാം സ്ഥാനം കൊടുത്താലും 2-ാം സ്ഥാനം ഞാനിരിക്കുന്ന ഇതിൻ്റെ പരിസരത്ത്, ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്, ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ചെല്ലമംഗലം ദേവീക്ഷേത്രം എന്ന് പറയും. ആ ദേവതയാണ് എൻ്റെ ദേശദേവത. അതായത് ഈ ദേശത്തിനെ സംരക്ഷിക്കുന്ന പ്രധാന ദേവത ആ ദേവതയാണ്. 3-ാമതാണ് മഹക്ഷേത്രങ്ങൾ വരുന്നത്. അതായത് മൂകാംബിക, ഗുരുവായൂർ, ചോറ്റാനിക്കര, അങ്ങനെ വരുന്ന പല ക്ഷേത്രങ്ങൾ. അപ്പം ഈ 1-ഉം 2-ഉം ദേവതമാരെ അവഗണിച്ചിട്ട് നമ്മൾ ഇതേ കണക്കുള്ള വലിയ ക്ഷേത്രങ്ങളിൽ പോയാൽ ഒരിക്കലും നമുക്ക് ഭാഗ്യം കിട്ടില്ല എന്നു മാത്രമല്ല, നമുക്ക് വരുന്ന ദുരന്തങ്ങൾ പോലും അത് ഒരു അംശം പോലും നഷ്ടപ്പെട്ടു പോകാതെ നമ്മളിലേക്ക് വരും. ഈ വിഷയം ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ, എൻ്റെ ഈ ചാനൽ കൂടി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ പ്രത്യേകിച്ചത് അവതരിപ്പിക്കാനും ഒരു കാരണമുണ്ട്. ആ കാരണം കൂടി ഞാൻ ഇതിനകത്ത് പറയാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളെ കുടുംബക്ഷേത്രം പലരും വരുമ്പോൾ ഞാൻ ചോദിക്കും, എവിടെയാണ് നിങ്ങളെ കുടുംബദേവത ദോഷമുണ്ട്, ജാതകവശം നമുക്ക് അറിയാൻ പറ്റും, അത് പോയി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അപ്പോൾ പറയും, ഞങ്ങൾ പോയിട്ട് 10 വർഷമായി, 5 വർഷമായി, അല്ലെങ്കിൽ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ പോയി, അതിനുശേഷം പോയിട്ടില്ല. അങ്ങ് നിസ്സാരമായിട്ട് കളയും. കാര്യം നിസ്സാരമായിട്ട് കളയുന്നത് അവരുടെ അഹങ്കാരം കൊണ്ടല്ല, അവർക്ക് അതിൻ്റെ അറിവില്ലാത്തത് കൊണ്ടാണ്. കുടുംബദേവതയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടെന്ന് പലർക്കും അറിയില്ല. ചിലവർക്ക് കുടുംബക്ഷേത്രം ഉണ്ടോ എന്ന് പോലും അറിയില്ല, ഉണ്ടെങ്കിൽ പോലും അതെവിടെയാണെന്ന് അറിയില്ല. ചിലവർക്ക് കുടുംബക്ഷേത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുടുംബക്ഷേത്രങ്ങൾ അറിയാമെന്നുള്ളവരോ അല്ലെങ്കിൽ ഇന്ന ഭാഗത്തുണ്ട് എന്നൊക്കെ ഉള്ളവർ അവിടെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ കുടുംബദേവതയെ ആരാധിക്കണം. അതാണ് നമുക്ക് ഭാഗ്യങ്ങൾ തരുന്ന ദേവത. അതിനർത്ഥം മൂകാംബിക ദേവിക്കോ, ഗുരുവായൂരപ്പനോ, ചോറ്റാനിക്കര അമ്മയ്ക്കോ, അതുപോലെ തിരുപ്പതി വെങ്കടാചലപതിക്കോ ശക്തി ഇല്ല എന്നുള്ളതല്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ ആരാധനാ രീതികൾ പൂർത്തീകരിച്ചിരിക്കണം. ആരാധനാ രീതി പൂർത്തീകരിക്കുന്ന ആദ്യം നമ്മുടെ കുടുംബദേവതയെ വണങ്ങി അവരിൽ നിന്നുമുള്ള പ്രീതി നമ്മൾ സംഘടിച്ചിരിക്കണം. അതുപോലെ നമ്മൾ താമസിക്കുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൻ്റെ പരിസരത്തല്ല, സമീപത്തല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ താമസിക്കുന്ന ആ വീടിന് സമീപത്തുള്ള പ്രധാന ദേവതയുടെ ആ ഒരു കൃപാകടാക്ഷം, അതും നമ്മൾ അനുഗ്രഹം അത് നേടിയിരിക്കണം. എങ്കിൽ മാത്രമേ മഹക്ഷേത്രങ്ങളിൽ ചെന്നാൽ പോലും ആ ദേവതമാരുടെ പ്രീതി പൂർണ്ണമായും നമ്മളിലേക്ക് കിട്ടുകയുള്ളൂ. ചിലവർക്ക് കുടുംബക്ഷേത്രം അറിയില്ല, അല്ലെങ്കിൽ കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു നശിച്ചു പോയി, ഇപ്പോൾ ക്ഷേത്രങ്ങളില്ല. അങ്ങനെയുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പരിഹാരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് കുടുംബക്ഷേത്രം ഇല്ലല്ലോ, എവിടെ പോകാൻ പറ്റും? അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരമേശ്വരി ക്ഷേത്രങ്ങളിൽ,
ഞാൻ പറഞ്ഞിട്ടുണ്ട് പരമേശ്വരി ക്ഷേത്രം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പരമേശ്വരി ക്ഷേത്രം ഒരിടത്തും ഇല്ലാതെ എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആ വീഡിയോ ചെയ്തതിന് ശേഷവും ഈ ചോദ്യങ്ങൾ പലരും ചോദിച്ചതിന് ശേഷമാണ് അതൊരു പ്രധാന കാരണമാണെന്ന് എനിക്ക് മനസ്സിലായത്. ശരി തന്നെ, പരമേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ ചുരുക്കമാണ്. പക്ഷെ പരമേശ്വരി എന്ന് പറഞ്ഞാൽ അത് ദുർഗാദേവിയാണ്. പരമേശ്വരിയാണ് ദുർഗാദേവിയായിട്ട് അവതരിച്ചിരിക്കുന്നത്. മിക്കവാറും ദുർഗാ ക്ഷേത്രങ്ങളിൽ ദുർഗാ പരമേശ്വരി എന്നാണ് പറയുന്നത്. അപ്പം ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി. ഭദ്രകാളിയല്ല, അതുപോലെ ചാമുണ്ടിയല്ല, ദുർഗ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് ബാലദുർഗയുണ്ട്, വരദുർഗയുണ്ട്. ഏതായാലും ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതാണ് പരമേശ്വരി ഭാവം. അങ്ങനെ, അതായത് കുടുംബ ക്ഷേത്രങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പകരമായി നമ്മൾ ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കുടുംബ പരദേവത ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് തുല്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, കൃപാകടാക്ഷങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാമെന്ന് പറഞ്ഞത്, ഈ ഇടയ്ക്ക് ഒരു കുടുംബം എന്നെ വിളിച്ചിരുന്നു. ഭാരതപ്പുഴയുടെ ആ ഭാഗത്തു നിന്നാണ് അവർ വിളിച്ചിരുന്നത്. അപ്പൊ അവർക്ക് സംഭവിച്ചു പോയത്, ഒരു 2 സ്ത്രീകൾ, ഒരു അനിയത്തിയും ചേട്ടത്തിയും. അവർക്ക് 2 ആൺകുട്ടികൾ, ഏകദേശം അടുത്തടുത്ത പ്രായം വരുന്നവരാണ്. അപ്പം അവർ 2 പേരും ഭാരതപ്പുഴയിൽ കുളിക്കാൻ പോയപ്പോഴത്തേക്ക് കുഴിയിൽപ്പെട്ട് 2 പേരും മരണപ്പെട്ടു പോയി. അപ്പം സ്വാഭാവികമായിട്ടൊക്കെ നടക്കുന്നതാണ്. പക്ഷേ അത് സ്വാഭാവികമായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അതിനെ നിസ്സാരവൽക്കരിക്കുകയല്ല. സ്വന്തം കുട്ടികൾ നഷ്ടപ്പെട്ടു പോയാൽ ഒരു അച്ഛനോ അമ്മയ്ക്കോ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ ഒന്നും സഹിക്കാൻ പറ്റില്ല. എന്തിന്, അന്യ ആൾക്കാർക്ക് പോലും, ആ കുട്ടികളെ കണ്ടു വളർന്ന അന്യ ആൾക്കാർക്ക് പോലും അവരിനി ഭൂമിയിലില്ല എന്ന് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് വന്ന വേറൊരു നമുക്ക് അത്ഭുതകരമായിട്ടൊരു കാര്യം, ഈ കുട്ടികൾ മരിക്കുന്ന സമയത്തിന്, അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന സമയത്തിന് ഈ 2 അമ്മമാരും ഗുരുവായൂരപ്പന്റെ മുന്നിൽ തൊഴുകൈകളോടുകൂടി പ്രാർത്ഥിച്ച് നിൽക്കുകയായിരുന്നു. ഏറ്റവും അത്ഭുതം അവിടെയാണ്. അപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ആ ദേവന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണ്ടേ? അത് കിട്ടുന്നതിന് പകരം ആ സമയം തന്നെ നമ്മുടെ സന്തതികൾ 2 പേരും ഇങ്ങനെ ഒരു ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞു തുടങ്ങിയത് തന്നെയാണ്. ഇപ്പൊ ഈ സംഭവം ഉണ്ടായത് കൊണ്ടല്ല ഞാൻ ഈ എപ്പിസോഡ് അവതരിപ്പിച്ചത്. ഞാൻ മുൻ എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്, കുടുംബ ദേവതമാരുടെ ആ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് ഈ കുടുംബം എന്നോട് വിളിച്ച് സംസാരിച്ചപ്പോഴും മനസ്സിലായത് അവരുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന വെച്ചാരാധന എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിന് പരിഹാരം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ അതിന് പരിഹാരം നടക്കുന്നുണ്ട്. അത് ഞാനല്ല ചെയ്യുന്നത്, എന്നെ വിളിക്കുന്നതിന് മുമ്പ് മറ്റൊരാൾ അത് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ അത് ഈ ഉടനെ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും അത് നടന്നാലും ഇല്ലെങ്കിലും അതുകൊണ്ട് അവർക്ക് ഇനി ഗുണങ്ങൾ ഉണ്ടായാലും അവരുടെ ജീവിതത്തിൽ അവരുടെ ഏറ്റവും വിലപ്പെട്ടത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അത് 2 അമ്മമാർക്കും ഒരുപോലെ അനിയത്തി ചേട്ടത്തിമാരാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദേവന്റെ മുന്നിൽ തൊഴുത് പ്രാർത്ഥിച്ചു നിന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ദേവതയുടെ ദോഷം കൊണ്ടല്ല, നമ്മളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ പടികൾ എന്താണ്, 1-ാം സ്ഥാനം നമ്മുടെ കുടുംബദേവതയ്ക്കും, 2-ാം സ്ഥാനം നമ്മുടെ ദേശദേവതയ്ക്കും, 3-ാം സ്ഥാനം മാത്രമേ മഹക്ഷേത്രങ്ങളിലെ ദേവതമാർക്ക് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെയേ നമുക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടൂ എന്നുള്ളതാണ്. അപ്പം കുടുംബ പരദേവതാ ദോഷങ്ങളുള്ളവര് അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കണം. ചേട്ടൻ ഇടപെടുന്നില്ല, കൊച്ചച്ച ഇടപെടുന്നില്ല, മാമ ഇടപെടുന്നില്ല, മാമി ഇടപെടുന്നില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ മാറി നിന്നാൽ അതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. കാരണം ദേവതമാർക്കെല്ലാം എല്ലാ ക്ഷേത്രങ്ങളിലും പള്ളിയിലും മോസ്കിലും പോയ ആൾക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഈ ആരാധനാലയങ്ങളിൽ കയറി ഇറങ്ങുന്നത്. ഗുണമില്ലെങ്കിൽ ആരെങ്കിലും പോവും ഇല്ല. പക്ഷെ എന്നാൽ ചില ആൾക്കാർക്ക് അതുകൊണ്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിന് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തീർത്ഥാടനത്തിന് പോകുമ്പോൾ എത്രയോ പേര് മരണപ്പെടുന്നു. നമ്മുടെ ശബരിമല മണ്ഡലകാലത്ത് എത്രയോ പേരാണ് വാഹനാപകടങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നത്. അത് ശാസ്താവിൻ്റെ കുഴപ്പം കൊണ്ടാണോ? ഒരിക്കലുമല്ല. നമ്മളെ കാണാൻ ഒരാൾ വരുന്നു, ഒരാളിപ്പോൾ എന്നെ കാണാൻ വരുന്നു, ഇല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളെ കാണാൻ ഒരാൾ വരുന്നു, അയാളുടെ വഴിയിൽ വെച്ച് അപകടത്തിൽ മരിച്ചു പോകുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടാണോ? ഒരിക്കലുമല്ല. അയാളുടെ കുഴപ്പം കൊണ്ടാണ് സംഭവിക്കുന്നത്. അത് നമ്മളെ കാണാൻ വന്നപ്പോൾ സംഭവിച്ചു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പം നമ്മൾ ഈ മണ്ഡലകാലം ശബരിമല നോക്കിയാൽ മതി,
എത്ര പേരുടെ മരണമാണ് സംഭവിക്കുന്നത്. അത് അവരുടേതായ കുഴപ്പങ്ങളുണ്ട്. ഇതുപോലുള്ള നമ്മൾ ഈ പറഞ്ഞ ചില ആൾക്കാർ വളരെ ഒരു എന്താണ് പറയുന്ന ഒരു വിനോദയാത്ര പോകുന്ന ഒരു സന്തോഷത്തോടു കൂടിയാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നത്. അതിനൊന്നും തെറ്റില്ല. പക്ഷേ പോകുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത് പൂർത്തീകരിച്ചിട്ട് വേണം നമ്മൾ ദൂരക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ മഹക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുവാനായിട്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കൾക്ക് ആഹാരവും വെള്ളവും വസ്ത്രവും ഒന്നും കൊടുക്കാതെ നമ്മൾ ദൂരെ പോയി മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ദോഷം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പരിഹരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ആണ് സംരക്ഷിക്കേണ്ട നമ്മുടെ കുടുംബ പരദേവതമാരെ. മറ്റാരും വരില്ല. നമ്മൾ ചെന്നാൽ മാത്രമേ അവരുടെ നട തുറക്കൂ, നമ്മൾ കൊടുത്താൽ മാത്രമേ അവർക്ക് ദീപം കത്തൂ, നമ്മൾ കൊടുത്താൽ മാത്രമേ അവർക്ക് ഒരുങ്ങുവാനോ അവർക്ക് നിവേദ്യം കൊടുക്കുവാനോ സാധിക്കുകയുള്ളൂ. പക്ഷെ വലിയ ക്ഷേത്രങ്ങളിൽ അങ്ങനെയല്ല. നമ്മൾ ചെന്നില്ലെങ്കിൽ നമ്മുടെ സ്ഥാനത്ത് 1,00,000 പേര് അവിടെ ചെല്ലും. അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നടക്കും. നമ്മൾ ആയിട്ടൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ അവിടെ പോകുന്നത് അവര് സന്തോഷമായിട്ടിരിക്കുമ്പോൾ, പ്രസാദ രൂപിയായിട്ടിരിക്കുമ്പോൾ ആ പ്രസാദം അവരിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വാങ്ങിക്കാനാണ് നമ്മൾ പോകണം. അവിടെ പോയിട്ടില്ലെങ്കിൽ അവിടുത്തെ കാര്യം നടക്കും. പക്ഷെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ കാര്യം അതല്ല. നമ്മളാണ് അതിനെ സംരക്ഷിക്കേണ്ടത്. അപ്പൊ ഒന്നാം സ്ഥാനം അവിടെ തന്നെ. നമ്മൾ സംരക്ഷിക്കേണ്ട ദേവതമാരെ നമ്മൾ സംരക്ഷിക്കാതിരുന്നാൽ അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ വരാം. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ തീർത്ഥാടനത്തിന് പോകുന്നവരുടെ ഉദാഹരണങ്ങൾ ഉൾപ്പെടെ, അവർക്ക് വരുന്ന അപകടങ്ങൾ ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കുടുംബക്ഷേത്രങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കുക. 2, നമ്മൾ താമസിക്കുന്ന അതിന് തൊട്ടടുത്തുള്ള ദേശദേവതയ്ക്ക് 2ാം സ്ഥാനം കൊടുക്കുക. ഇതെല്ലാം നമ്മൾ കൃത്യം, അത് ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ ഒരു തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്, 5-ാം തീയതി തീരുമാനിച്ചു, നമ്മുടെ കുടുംബക്ഷേത്രത്തിലോ മറ്റിടത്തോ പോയിട്ട് 5 മാസമായി. അപ്പോൾ പോകുന്നതിനും പോകുന്ന ഓടി എല്ലായിടത്തും പോയി എന്തെങ്കിലുമൊക്കെ കൊണ്ട് നടക്കിട്ടിട്ട് പോകാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുക. കുടുംബക്ഷേത്രങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ എല്ലാ മാസവും പോയി തൊഴുത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ദേശദേവതയെ അങ്ങനെ തന്നെയാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ താമസിക്കുന്ന വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ വഴിപാടുകൾ നടത്തുക. അതിനുശേഷം വർഷത്തിലൊരിക്കലോ എപ്പോഴെങ്കിലും നമ്മൾ കുടുംബാംഗങ്ങൾ എല്ലാവരുമായിട്ട് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്താൽ എല്ലാ ഭാഗത്തും നിന്നുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടും. ഇതല്ലാതെ വലിയ ക്ഷേത്രങ്ങൾ മാത്രം നമ്മൾ തേടിപ്പോയി, അതായത് നമ്മുടെ കുടുംബക്ഷേത്രങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ തിരിഞ്ഞു നോക്കാതെ പോയാൽ ഒരു ദേവതമാരും നമുക്ക് അനുകൂലമായി നിൽക്കില്ല. നമുക്കും നമ്മുടെ കുടുംബത്തിനും ദാരിദ്ര്യ ദുഃഖങ്ങൾ മാത്രം എന്നല്ല, ജീവഹാനി വരെ സംഭവിക്കാം. എല്ലാവരും അവരവരുടെ കുടുംബ ദേവതമാരെ പൂർണ്ണമായും വിശ്വസിച്ചും സംരക്ഷിച്ചും മുന്നോട്ട് പോയാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ പൂർണ്ണഫലം കിട്ടുക. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുക എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 നിബന്ധനകൾ ഉണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ എന്തെങ്കിലും ദോഷങ്ങൾ, ഭൂമി ദോഷം, വാസ്തുദോഷം, അതുപോലുള്ള ബാധാദോഷങ്ങളോ അല്ലെങ്കിൽ സർപ്പദോഷങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ ഭൂമിക്ക് ഉണ്ട്, അത് ഞാൻ അവിടെ നേരിട്ട് വന്ന് കണ്ട് അവിടെ വെച്ച് തന്നെ അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ അവിടെ വരികയും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു തരികയും ചെയ്യാം. അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇവിടെ വരുന്നവരും അങ്ങനെ എന്നെ കാണാൻ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെ വരാവൂ. കാര്യം ഒരുപാട് പേര് വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട്. കാര്യം ഞാൻ മിക്കവാറും ദിവസങ്ങൾ ഞാൻ സ്ഥലത്തുണ്ടാകാറില്ല. ഉണ്ടെങ്കിൽ പോലും അതൊക്കെ നേരത്തെ സമയം ബുക്കിംഗ് ആകുന്നതാണ്. അതുകൊണ്ട് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 തൊട്ട് വൈകുന്നേരം 5:30 മണി വരെ നമുക്ക് ഇതിനകത്ത് വിളിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യാനും എനിക്ക് വേണ്ടി നല്ലവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.